അപ്പോൾ മൊത്തത്തിൽ ഫങ്കി ആയിട്ടൊരു വണ്ടിയൊന്നും അല്ല കിയ കാരൻസ് ക്ലാവിസ്. സാധാരണക്കാരന് കൈയെത്തി പിടിക്കാവുന്ന, ഒന്ന് വലിഞ്ഞ് പിടിക്കണം, എന്നാലും പിടിച്ചെത്തിക്കാവുന്ന ഒരു നിലയ്ക്കുള്ള ഒരു വണ്ടി ഇല്ല. അപ്പോൾ ഈ വണ്ടിക്ക് കുറ്റം കുറവൊന്നുമില്ലേ? നമസ്കാരം. ഇന്ത്യയിൽ ഒരുപാട് കാറുകളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഓപ്ഷൻസൊക്കെ കുറവാണ്. ഒരു EV വാങ്ങണമെങ്കിൽ അത് 5 സീറ്റർ EV വാങ്ങണം. ടിയാഗോ വാങ്ങിക്കാം, അതല്ലെങ്കിൽ കുറച്ചുകൂടി കാശിൻ്റെ 20 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു MG വിൻസർ മേടിക്കാം. എല്ലാം 5 സീറ്ററാണ്. ഇപ്പം നമ്മുടെ ഒരു കണക്ക് കൂട്ടലെന്ന് പറയുന്നത്, ഒരാൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ, ദൂരയാത്ര പോകുന്നതെങ്കിൽ പെട്രോൾ അടിക്കണ്ടല്ലോ, ബസ്സിന് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർ ഇലക്ട്രിക് കാർ വാങ്ങുന്നത് ലാഭത്തിനാണ്. ആ ലാഭത്തിന് കാർ വാങ്ങുമ്പോൾ അവർ ആലോചിക്കുക, 7 സീറ്റിൻ്റെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ചിലവ് കുറച്ച് ദൂരയാത്രകൾ പോകാമല്ലോ, എല്ലാവരെയും കൂട്ടി യാത്ര പോകാമല്ലോ എന്നൊക്കെയാണ്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഇപ്പോൾ നിലവിൽ 20 ലക്ഷം താഴെ വണ്ടിയൊന്നുമില്ല. പക്ഷേ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യാൻ കിയ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഫലമാണ് ഈ നിൽക്കുന്ന വണ്ടി. ഇതേതാ വണ്ടി? ഇത് കിയയുടെ ക്ലാവിസിൻ്റെ EV വേർഷനാണ്, കിയ ക്ലാവിസ് EV. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഐ ആം പ്രസൻറ്റിങ് യു ദ 7 സീറ്റർ SUV. അതും 20 ലക്ഷം രൂപ താഴെ ബേസ് മോഡലിൻ്റെ വില 17.99 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസ്. ഒരു വിൻസർ വാങ്ങാൻ പോകുന്ന ആൾക്ക്, ഒരു ടാറ്റ കാർ വാങ്ങാൻ പോകുന്ന ആൾക്ക്, ഒരു പഞ്ച് വാങ്ങാൻ പോകുന്ന ആൾക്ക് വരെ ചിന്തിക്കാവുന്ന ഒരു വണ്ടിയാണ് കിയ ക്ലാവിസിൻ്റെ EV എന്ന് പറഞ്ഞാലോ. വിശ്വസിക്കാൻ പറ്റുമോ? അതിനുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി വിശദമായിട്ട് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, കിയ ക്ലാവിസ് നമ്മൾ കണ്ടു. അത് കണ്ടതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. എന്നാലും ഡിസൈൻ ചേഞ്ചസും അല്ലെങ്കിൽ ഇതിൽ വന്ന മാറ്റങ്ങളുമാണ് പറയാനുള്ളത് EV ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്ത് കയറി അകത്തെ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ EVയുടെ ബാറ്ററിയും മോട്ടറും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. നമുക്ക് എന്തായാലും തുടങ്ങാം. ഇതാണ് കിയ ക്ലാവിസ് EV. വരൂ, നമുക്കിന്ന് കിയ ക്ലാവിസ് EVയെ വിശദമായി തന്നെ പരിചയപ്പെടാം. എന്താണ് മുന്നിലെ മാറ്റം? മുന്നിലെ മാറ്റം ഈ എയറോ ഫ്ലാപ്സ്, അതായത് ഈ തുറക്കുന്ന ഫ്ലാപ്സ് വന്നു എന്നത് മാത്രമല്ല, സ്റ്റാർ മാപ്പ് LED ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് ക്ലാവിസ് നമ്മൾ കണ്ട ആ ഒരു ഡിസൈനിൻ്റെ കുറച്ചും കൂടി കൂടിയ ഭാഗമായിട്ട് കണ്ടാൽ മതി. നമ്മൾ 2 വണ്ടിയും കൂടി അടുത്തടുത്ത് നിർത്തിയാൽ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രം കാണുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. എലമെൻറ്റുകളുടെ ബഹളമാണ് കിയയുടെ വണ്ടികളുടെ മുന്നിലും പിന്നിലൊക്കെ. ഇപ്പോൾ സ്മാർട്ട് മാപ്പ് LED ആണെങ്കിലും, അതല്ലെങ്കിൽ ബാക്കിലും മുമ്പിലൊക്കെയുള്ള സ്റ്റാർ മാപ്പ് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണെങ്കിലും, ഇതിന് താഴെ കാണുന്ന 2 ഫോഗ് ലാമ്പുകളാണെങ്കിൽ ക്രിസ്റ്റൽ ഫോഗ് ലാംപ്സ് കൊള്ളാം. പിന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ കൊടുത്ത ഈ ഒരു അലുമിനിയം ഇൻസേർട്ടും ബ്ലാക്ക് ഇൻസേർട്ടും പിയാനോ ബ്ലാക്കിൻ്റെ സറൗണ്ടിങ്ങും ഹെഡ്ലൈറ്റിൻ്റെ അതിൻ്റെ മുകളിലുള്ള ചെറിയ ഒരു ലൈനിങ്ങും ഈ LED DRLൻ്റെ അകത്തുള്ള ഡിസൈൻ എലമെൻറ്റുകളും എല്ലാം കാഴ്ചയ്ക്ക് കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ഇത് EV ആയപ്പോൾ ശരിക്കും EV ആകുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അകത്തെ കാര്യങ്ങൾ മാറി പുറത്തെ കാര്യങ്ങൾ മാറുക എന്നുള്ളത് മാത്രമല്ല, ബോഡിയുടെ ഡിസൈൻ എലമെൻറ്റുകളൊക്കെ സെയിം ആയിട്ട് തോന്നുമെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വേണം. അതായത് എയറോ ഇൻസേർട്ടുകൾ, ഇപ്പോൾ താഴെ കൊടുത്തൊരു ചെറിയൊരു സംഗതി, വീലിൻ്റെ മുന്നിൽ കൊടുത്ത ഒരു എയറോ ഇൻസേർട്ട്, അതൊക്കെ ഇതിൻ്റെ എയറോഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ EV ആകുമ്പോൾ ഡ്രാഗ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ ഈ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിയ ക്ലാവിസ് EVയുടെ രൂപം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്കോ? താഴെ കമൻറ്റ് ചെയ്യൂ. വശങ്ങളിലെ മാറ്റം 2 ബാറ്ററി പാക്കുകളെ 2 വീലുകളാൽ അടയാളപ്പെടുത്താമെന്ന് പറഞ്ഞാലോ. നമുക്ക് റോട്ടിൽ വണ്ടി കണ്ടാൽ ഇത് ഏത് ബാറ്ററി പാക്കാണ് എന്നുള്ളത് വീലിൽ നിന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞാലോ. ഓക്കെ, ഇത് ടോപ്പിൻ്റെ മോഡലാണ്. ഇതിന് 17 ഇഞ്ചാണ് വീല്. ഇതിൻ്റെ വീലിൻ്റെ കപ്പ് വരെ സർക്കിളല്ല, അതിന് വരെ ആ ഒരു സ്ക്വയറിഷ് അല്ലെങ്കിൽ ഒരു ഹെക്സഗോണൽ പാറ്റേൺ ഉണ്ട്. ഈ ഡിസൈനൊക്കെ കൊള്ളാം. സാധാരണ EV ആക്കുമ്പോൾ കാണിച്ച എയറോ ഇൻസേർട്ടുകൾ പോലുള്ള കാര്യങ്ങളൊന്നും കുത്തിത്തിരിക്കിയിട്ട് അലോയിൽ വൃത്തികേടാക്കിയിട്ടില്ല. കാണാൻ ഭംഗിയുള്ള അലോയിൽ ഡിസൈൻ തന്നെയാണ് കിയ ക്ലാവിസ് EVക്ക്. ഇതിന് പിന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്കാണ്. ഓക്കെ, 17 ഇഞ്ചാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ സൈസോ 215 55 R17 ആണ് എന്നുള്ളതാണ്. അപ്പോൾ ക്ലാവിസിന് 18 ഇഞ്ച് വീലുണ്ടായിരുന്നോ? എനിക്ക് സംശയമുണ്ട്. ഓക്കെ, റൂഫ് റെയിൽ കാണാം. ഡു നോട്ട് ലോഡ്. ഓക്കെ, ലോഡ് ചെയ്യാൻ പറ്റാത്ത റൂഫ് റെയിലാണ്. ഈ ഇൻസേർട്ടൊക്കെ നമ്മൾ കണ്ടിട്ട് ഓൾറെഡി കിയ ക്ലാവിസ് കണ്ടതാണ്. അതിനൊക്കെ കാണാം. പിന്നെ അഡാസ് ലെവൽ 2 ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കീ ഹോളോ റിക്വസ്റ്റ് സെൻസറോ നമുക്ക് ഇടതുവശത്ത് കാണില്ല, അതൊരു കാര്യമായിട്ട് കാണാം. ക്ലാഡിങ് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. കിയ EVയെ അല്ലെങ്കിൽ EV എന്ന മോഡലല്ലാതെ ക്ലാവിസിനെ തന്നെയും SUV എന്ന് വിളിക്കാനൊരു കാരണം എന്ന് പറയുന്നത് ഈ ക്ലാഡിങ് ആണെന്നൊക്കെ പറയാം. എനിക്ക് ഈ ക്ലാഡിങ്ങും അത്യാവശ്യം നല്ല ഭംഗിയിലായിട്ട് തോന്നി. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡോറിലേക്ക് ഏറ്റു വെച്ച പീസൊക്കെ ഒരിത്തിരി അറ്റൻഷൻ ഡീറ്റെയിലാണ്. പാനൽ ഗ്യാപ്പുകളുണ്ട്, പക്ഷേ പാനൽ ഗ്യാപ്പുകൾ കൺസിസ്റ്റൻ്റ് ആണ്. ഒരു ഗ്യാപ്പ് വലുതും ഒരു ഗ്യാപ്പ് ചെറുതുമല്ല. ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും വണ്ടിയുടെ ബിൽഡും തമ്മിൽ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. ബോഡി ലൈനിങ്ങും ഗ്രീസും കട്ടിയും ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെ നമ്മൾ ക്ലാവിസിൽ കണ്ടിട്ട് അത് EVയിലായപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. വശങ്ങളിൽ എയറോഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടേ ബോഡിയിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
കിയ EV6 അല്ലെങ്കിൽ EV9. ഈ EVയിലൊക്കെ നമ്മൾ കണ്ട സ്റ്റാർ മാപ്പ് LED എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെയും കൊടുത്തത്. ഈ സ്റ്റാർ മാപ്പ് LEDയുടെ ഇവിടെ കുറച്ച് വലുതാണ്. ഇവിടെ ഹൈമൗണ്ട് സ്റ്റോപ്പിലും മുകളിൽ വേറെ ഉണ്ട്. ഓക്കെ, LEDയുടെ ഒരു ബഹളമുണ്ടെന്ന് പറയാം. റിയർ വൈപ്പർ, ഡിഫോഗർ, ഷാർക്ക് ഫിൻ ആൻന, പാനോരമിക് സൺറൂഫ് കാണാം. എല്ലാം ഉള്ളൊരു മോഡലാണിത്. ഇതിൻ്റെ ഒരു ബൂട്ട് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, കാരണം 3 സീറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ ബൂട്ടും അത്യാവശ്യം സ്പേസിലൊരു ബൂട്ടാണ് എന്നുള്ളതാണ്. താഴെ ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ താഴെ കൊടുത്ത ഈ സ്കിഡ് പ്ലേറ്റ് പോലുള്ള ഭാഗമൊക്കെ ഭംഗി കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഈ വണ്ടിയുടെ ബാറ്ററി പാക്ക് താഴെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഹാരി റിവീൽ ചെയ്ത പോലെ ഒരു സൈഡ് സ്റ്റെപ്പ് ഒന്നും വെച്ചിട്ട് അത് മറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഗ്ലാസ് വാഷ് ചെയ്യുന്ന സുന ഒരു വൈപ്പറിലല്ല ഇൻ്റഗ്രേറ്റ് ചെയ്തത്, അതും ഈ സ്പോയിലറിന് താഴെയാണ്. അപ്പോൾ ഈ സ്പോയിലർ ഇൻബിൽറ്റ് ആണെന്ന് പറയാം. LED ലൈറ്റുള്ള സ്പോയിലറാണ്. സ്പോയിലറിന് തൊപ്പി പോലെ കൊടുത്ത ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ നല്ല ഭംഗിയുണ്ട്. അത് കിയ ക്ലാവിസിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ ഒരു EV വന്നപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ഈ സീറ്റ് ഉണ്ടല്ലോ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ കാരണം എന്ന് പറയുന്നത് എനിക്കെൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ എടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ 5 സീറ്ററും ലഗേജ് സ്പേസും എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണാനായിട്ട് ഉപകരിക്കും. ഇപ്പം 3 റോയും പൊക്കി വെച്ചാലും 216 ലിറ്റർ ബൂട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ EV ആയപ്പോൾ ഒരു 25 ലിറ്റർ കൂടി സ്പേസ് സ്റ്റോറേജ് കിട്ടിയിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ പറയാം. കിയ ക്ലാവിസിൻ്റെയും കാരൻസിൻ്റെയും ഒക്കെ ഈ വീൽ ബേസ് എന്ന് പറയുന്നത് 2780 മില്ലിമീറ്ററാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത് 4550 1800 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത്. 1730 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു അണ്ടർ 4 മീറ്റർ വണ്ടിയൊന്നുമല്ല, ഇതൊരു പ്രോപ്പർ നീളം കൂടിയ SUV തന്നെയാണ്. അതുകൊണ്ടാണ് 17.99 ലക്ഷം രൂപ ബേസ് മോഡൽ പ്രൈസ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആവുന്നത്. 2 ബാറ്ററി പാക്കുകൾ 42 kWh 51.4 kWh. ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? സംശയിക്കേണ്ട, ക്രെറ്റയുടെ ബാറ്ററി പാക്കിൻ്റെ ഏറെക്കുറെ സാമ്യത നമുക്കിവിടെ കാണാം. പിന്നെ 404 കിലോമീറ്ററാണ് ഇവർ സർട്ടിഫൈ ചെയ്ത റേഞ്ച്. കുറഞ്ഞ ബാറ്ററി പാക്ക് 42 ബാറ്ററി പാക്കിന്. 51.4 കിലോവാട്ട് ബാറ്ററി പാക്കിന് 490 കിലോമീറ്ററാണ് പറയുന്നത്. NMC ബാറ്ററിയാണ്. ഈ LFP ബാറ്ററിയും NMC ബാറ്ററിയും ഒക്കെ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്പാണെന്നുള്ളതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. എഫിഷ്യൻസിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വ്യത്യാസങ്ങളാണ്. ഓക്കെ, നമ്മൾ കണക്കൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ LFP ബാറ്ററിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്ലേഡ് ബാറ്ററി ഒക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേയധികം ബാറ്ററികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ LFP ബാറ്ററിയാണ് കേട്ടോ നമ്മുടെ ഒരു ബ്ലേഡ് ബാറ്ററി ഒക്കെ. NMC ബാറ്ററിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എനർജിയുടെ ആ ഒരു ഡെൻസിറ്റിയാണ്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഗുണമായിട്ട് കാണാൻ പറ്റുക. ഷോർട്ടർ സൈക്കിൾസാണ് അതിൻ്റെ ഒരു കോൺസ് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് കാണാൻ പറ്റാം ഇപ്പോൾ LFP ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, എന്തായാലും ക്രെറ്റയെ കണ്ട ബാറ്ററിയാണ്, ക്രെറ്റയെ കണ്ട ആ ഒരു റേഞ്ച് ആണെന്ന് ലളിതമായിട്ട് പറയാം. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, വണ്ടി വേറെയാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബൂട്ട് സ്പേസിനേക്കാൾ കൂടുതൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി ഉണ്ട്, 25 ലിറ്റർ എന്ന്. അത് ബോണറ്റിനകത്താണ്. അതിൻ്റെ പേരാണ് ഫ്രങ്ക്. 25 ലിറ്റർ ഫ്രങ്ക് കൂടി ഇവർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. കിയയുടെ EV9 പറഞ്ഞ കാര്യങ്ങൾക്ക് കടക്ക വിരുദ്ധമായിട്ടാണ് ഞാൻ കിയ ക്ലാവിസ് EVയിൽ പറയാം. EV9 കണ്ട കാര്യങ്ങൾ EV6 കണ്ട കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വണ്ടി കാണുമ്പോൾ ഒരു ലക്ഷറി നമുക്ക് സാധാരണ വണ്ടി കിട്ടുന്നുള്ള ഗുണമുണ്ട്. ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള പാനൽ നമ്മൾ ക്ലാവിസ് കണ്ടു. സെയിം തന്നെയാണ്. സർക്കുലർ ബട്ടൺസ് കൊടുത്ത് എനിക്ക് ഇഷ്ടമാണ്. സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് നല്ല കാര്യമാണ്. അത് മറയ്ക്കാൻ കൊടുത്താൽ അല്ലെങ്കിൽ അത് മാറുമ്പോഴുള്ള ഗ്യാപ്പ് മറയ്ക്കാൻ കൊടുത്താൽ ആ ഒരു ഇൻസേർട്ട് കൊള്ളാം. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും ആ ഷിഫ്റ്ററും EV9 ലിഫ്റ്റ് ചെയ്താണ്. നല്ല കാര്യം. വലതുവശത്താണ് പാർക്കിംഗ് ബ്രേക്കും ESP ഓഫും ആ ഹെഡ് ലാമ്പ് കൺട്രോൾസും. ഇവിടെ ഇരിക്കാനായിട്ട് നല്ല സുഖമുണ്ട്. നല്ല സുഖമുള്ള സീറ്റാണ്. അതായത് തൈ സപ്പോർട്ട് കൊള്ളാം, ഇതിൻ്റെ ലെഗ് റൂം കൊള്ളാം, ഹെഡ് റൂം കൊള്ളാം. പനോരമിക് സൺറൂഫ് ഉണ്ട്. എയറി ഫീലുള്ള വണ്ടിയാണ്. മുകളിൽ ഒരു ഡാർക്കും താഴെ ലൈറ്റ് കളറുള്ള ഇൻറ്റീരിയറാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇൻറ്റീരിയറാണ്, വ്യത്യാസങ്ങളൊന്നും പറയില്ല. സ്ക്രീൻ എന്ന് പറയുന്നത് 12.25 ഇഞ്ചാണ്. 2 സ്ക്രീനുകളുണ്ട്, ക്ലസ്റ്ററും സ്ക്രീനും. പിന്നെ ഒരു ചെറിയ ഫാബ്രിക് ഇൻസെർട്ടൊക്കെ അകത്ത് കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നി. ഇത് ഹാർഡ് പ്ലാസ്റ്റിക് ആണോ വെച്ചാൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇത് ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം ഉള്ളൊരു വണ്ടിയാണ്. ഈ സ്റ്റിയറിംഗ് എനിക്ക് ഇഷ്ടമാണ്. ഡി കട്ട് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് കൊള്ളാം. ഇതിനകത്ത് അല്ലെങ്കിൽ ഈ സ്റ്റിയറിംഗിനകത്ത് കൊടുത്ത ബട്ടൺസൊക്കെ സോഫ്റ്റ് ടച്ച് ആണ്, സുഖമാണ് യൂസ് ചെയ്യാനായിട്ട്. ഹോൺ ഒരു നല്ല ഹോണാണ്. ഈ ഹോൺ ഇപ്പോൾ ഞാൻ ഫിഗോയ്ക്ക് വയ്ക്കാറുണ്ട്. ഇനി ഇവിടെ കാണുന്ന പാഡ് ഷിഫ്റ്റേഴ്സ് റീജൻ ആണോ. പിന്നെ ഈ സ്റ്റാക്കുകളുടെ മുകളിൽ കൊടുത്ത പിയാനോ ബ്ലാക്ക് ഫിനിഷ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു മോഡ്, ഡ്രൈവ് മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിയറിംഗിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഈസി ടു യൂസ് ആണ്. അതും സ്റ്റിയറിംഗിന് ഭംഗി കൊടുക്കുന്നുണ്ട്. എനിക്ക് സർക്കിൾ സ്റ്റിയറിംഗ് ഇഷ്ടം, എന്നാൽ ഡി കട്ട് സ്റ്റിയറിംഗ് കൊള്ളാം. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ ഒരു റെസ്പോൺസീവ് ആണ്. നമ്മൾ ക്രെറ്റയെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള വണ്ടിയിൽ കണ്ടാൽ, നമ്മൾ കിയയുടെ മറ്റുള്ള ചെറിയ വണ്ടികളിൽ സോണറ്റിൽ കണ്ട, സെൽറ്റോസ് കണ്ട സ്ക്രീൻ തന്നെയാണ്. ഇത് അത്യാവശ്യം റെസ്പോൺസീവ്, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആണ്. നാവിഗേഷൻ ഉണ്ട്, EV ഓപ്ഷൻസ് കാണാം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ അഡാസ് ലെവൽ 2 അല്ലേ, ആ അഡാസ് ലെവൽ 2ൻ്റെ കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് കാണാം. എല്ലാ വണ്ടിയിലും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് പഴകുന്നില്ല. ക്ലാവിസിൽ കണ്ട വണ്ടിയുടെ കുറച്ചുകൂടി കൂടിയ കാര്യം എന്ന് പറയാം. ക്വയറ്റ് മോഡ് പോലുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടമാണ്, വാലെ മോഡ് ഇഷ്ടമാണ്. സെറ്റിംഗ്സിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള വാഹനങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ കിയ കണക്ട് അതല്ലെങ്കിൽ വെഹിക്കിൾ സെറ്റിംഗ്സിനകത്ത് പോകുമ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ
ഈ അഡാസ് ലെവൽ, ഡ്രൈവർ അസിസ്റ്റൻസിൻ്റെ, കൺവീനിയൻസിൻ്റെ, ഡ്രൈവിംഗ് സേഫ്റ്റിയുടെ, ഡ്രൈവർ അറ്റൻഷൻ വാർണിങ്ങിൻ്റെ, ഡ്രൈവ് മോഡുകളുടെ, ക്ലസ്റ്ററിൻ്റെ സ്വിച്ചുകൾ കാണാം. ഈ ക്ലസ്റ്ററിൻ്റെ തീം നമുക്ക് ഡ്രൈവ് മോഡായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും സിങ്ക് വിത്ത് ടൈം ആൻഡ് വെതറോ അല്ലെങ്കിൽ അതൊരിക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മുകളിൽ ആകാശവും കെട്ടിടങ്ങളും കാണുന്ന ആ തീം എനിക്ക് നല്ല ഇഷ്ടമാണ്. ക്ലാസിക് തീം ഡ്രൈവ് മോഡുകളോട് വെക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം വെതർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. രസമുണ്ട് കാണാനായിട്ട്. ഈ 2 മീറ്ററുകളിലും ക്യാമറകളുടെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അത് ഡിസ്പ്ലേ കാണിക്കുമ്പോൾ ക്യാമറയുടെ ഡിസ്പ്ലേ കാണിക്കുന്നതിനകത്ത് സ്പീഡ് മുകളിലായിട്ട് എഴുതി കാണിക്കുന്നുള്ളത് നല്ല കാര്യമാണ്. പിന്നെ ഈ വണ്ടിയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ എയർ സർക്കുലേഷനും ഓട്ടോമാറ്റിക് വെന്റിലേഷനും പോലുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് എയർ പ്യൂരിഫയർ ഉണ്ട്, വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്. ഈ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ലിവറിൽ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്ത് നമുക്ക് ഇലക്ട്രിക്കൽ ചെയ്യാം. ഈ സീറ്റിന് ബോസ് മോഡ് ഉണ്ട്. നമുക്ക് പിന്നിലിരുന്നുകൊണ്ട് ഈ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. മുറിഞ്ഞ് പോകാത്ത വിധം വെച്ചിട്ടുള്ള ആ ഡാഷ്ബോർഡിൻ്റെ AC വെൻറ്റിൻ്റെ സിസ്റ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും നന്നായി തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ഒരു സ്ക്രീനാണ്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും ഉണ്ടെന്ന് ലളിതമായിട്ട് പറയാം. ഡൈനാമിക് സ്പീഡ് കോമ്പൻസേഷൻ പോലുള്ള വോളിയം ലിമിറ്റേഷൻ ഓൺ സ്റ്റാർട്ടപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇവിടെ കൊടുത്ത ഈ സെൻട്രൽ കൺസോൾ ആണെങ്കിൽ ഇതിൽ ക്ലാവിസുമായിട്ടുള്ള മെയിനായിട്ടുള്ള വ്യത്യാസമായിട്ട് പറയാനുള്ളത് ഈ സംഗതി നല്ല രസം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്. ഈ ഷട്ടർ തുറന്ന 2 കപ്പ് ഹോൾഡർ. ഈ 2 കപ്പ് ഹോൾഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, പുഷ് ചെയ്യാൻ പറ്റും. പുഷ് ചെയ്യുമ്പോൾ ഈ കപ്പ് ഹോൾഡറിൻ്റെ സൈസ് മാറ്റും. ഇപ്പോൾ ചായക്കപ്പിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഈ കപ്പ് ഹോൾഡർ വലുപ്പം കൂട്ടാൻ കുറയ്ക്കാം. ഉയരം കൂടുമ്പോൾ ചായക്ക് രുചി കൂടുന്ന് പറയില്ലേ, അത് താഴെ വെച്ചാൽ മുകളിൽ വെച്ചാലുള്ള വ്യത്യാസമല്ല, മലയ്ക്ക് മുള്ള ഓക്കെ ചെളിയാണ് അയ്യേ. ഇനി ഇവിടെ വെന്റിലേറ്റർ സീറ്റിന് സ്വിച്ചുകൾ കാണാം. പാർക്കിംഗ് സെൻസർ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, ഓട്ടോ ഹോൾഡ്. ഹിൽ ഡിസൈൻ കൺട്രോളും ഹിൽ ഹോൾഡ് അസിസ്റ്റ് സെയിം ആണ് എന്ന് പറയാൻ പറ്റില്ല. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നത് വണ്ടി നിൽക്കുമ്പോൾ പിന്നാക്ക് ഇറങ്ങാതിരിക്കാനുള്ളതാണ്. ഹിൽ ഡിസൈൻ കൺട്രോൾ എന്ന് പറയുന്നത് താഴേക്ക് ഇറങ്ങാനുള്ള സ്വിച്ചാണ്. ഇവിടെ ക്യാമറയുടെ ആ ഒരു സ്വിച്ച് കൂടി ഉണ്ട്. ക്യാമറ സ്വിച്ച് എന്ന് പറയുമ്പോൾ 360 ക്യാമറയാണ്. ഓക്കെ, ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര വലിയ ക്വാളിറ്റി അല്ല, കാര്യങ്ങൾ നടക്കാവുന്ന ഒരു ക്യാമറ എന്നാണ് പറയാനുള്ളത്. വലിയ കാര്യമായിട്ട് പൊക്കി പറയാനൊന്നുമില്ല. പാർക്കിംഗ് സെൻസർ നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൊടുത്ത ഈ മീഡിയ അല്ലെങ്കിൽ ഈ AC കൺട്രോൾസിൻ്റെ സ്വിച്ചുകളുണ്ടല്ലോ, ഡ്രൈവർ ഓൺലി എന്നുള്ള ഒരു ഓപ്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡ്രൈവർ ഓൺലി എന്ന് പറയുമ്പോൾ ഡ്രൈവർക്ക് മാത്രമായിട്ട് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ആ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നല്ല കാര്യമാണ്. എല്ലാവർക്കും എപ്പോഴും തണുപ്പ് വേണമെന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ ആളില്ലാത്തപ്പോഴും നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അതൊരു കാര്യമായിട്ട് കാണാവുന്ന കാര്യം. ഓഫ് ചെയ്തു. ഇനി ക്ലസ്റ്ററിനകത്തൂടെ കൈ ഓടിച്ചാൽ, കൈയല്ല ഓടിക്കുക, TPMS അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ബാറ്ററിയുടെ കപ്പാസിറ്റി എന്താണ്, കോമ്പസ് കാണിക്കുന്നുണ്ട്. ഹോൾഡ് ഓക്കെ ടു സെറ്റിങ്സ് ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഒന്നും വന്നില്ല. ക്ലാവിസ് EV ആയപ്പോൾ കുറേ അധികം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ വന്ന മാറ്റങ്ങളൊക്കെ എവിഡൻ്റ് ആണ്, നല്ലതാണ് എന്നുള്ളതാണ്. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം പോലെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇവിടെ മിററിൽ കിയ കണക്റ്റിൻ്റെ SOSൻ്റെയും ആ ടോ അസിസ്റ്റൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സൺവൈസർ ചീപ്പോ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു മിററുണ്ട്, പക്ഷേ ലൈറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ചീപ്പുമാണ്. സൺഗ്ലാസ് ഹോൾഡർ നല്ല കാര്യമായിട്ട് തോന്നി എനിക്ക്. മുകളിൽ കൊടുത്തിട്ടുള്ള പനോരമിക് സൺറൂഫും ഈ ലൈറ്റുകൾ LED ആണെന്നുള്ളതും ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നല്ല കാര്യമായിട്ട് കാണുന്ന കാര്യമാണ്. മിററുകൾ അത്യാവശ്യം കാഴ്ച വരുന്നുണ്ട്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്, അതുകൊണ്ട് തന്നെ എല്ലാ വിൻഡോകളും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണെന്നുള്ളതാണ്. ഇനി ഗ്ലോ ബോക്സിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെൻട്രൽ കൺസോളാണ് ശരിക്കും ഒറ്റ നോട്ടത്തിൽ ക്ലാവിസുമായിട്ടുള്ള മാറ്റമായിട്ട് പറയാൻ പറ്റുക. അതിനകത്ത് ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. താഴെയും വെക്കാം, മുകളിലും വെക്കാം, സൈഡിലും വെക്കാം, മുകളിലും വെക്കാം എന്ന് പറഞ്ഞാൽ എവിടെ വേണേൽ വെക്കാം. ഫ്രണ്ടിലോ ബൂട്ടിലോ എവിടെ വേണേൽ എന്ത് വേണേൽ വെക്കാം. ഒരുപാട് സാധനങ്ങൾ വെക്കാം. ബോട്ടിൽ ഹോൾഡറുകൾ അല്ലെങ്കിൽ കപ്പ് ഹോൾഡറുകൾ, ഡോർ പോക്കറ്റുകൾ, എല്ലാ കാര്യങ്ങളുമായിട്ടും സമ്പന്നമാണത്. ഈ ആംറസ്റ്റിന് താഴെ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ഒരു ഹിഡൻ സ്പേസ്, അതും ഈ വണ്ടിയിലുണ്ട്. അത് ക്ലാവിസിൽ നിന്ന് EVയിൽ വന്നപ്പോഴും മാറ്റങ്ങളില്ല എന്നുള്ളതാണ്. ഈ സ്റ്റിയറിംഗ് ഈ ക്ലസ്റ്ററിൻ്റെ കാഴ്ച മറയ്ക്കുന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു സ്റ്റിയറിംഗ് പൊസിഷനിൽ ഒരു ഇത്തിരി മറവ് വരുന്നുണ്ട്. പക്ഷേ ഒന്ന് താഴെ നോക്കിയാൽ മതി, കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സ്വിച്ചുകളൊക്കെ ഈസി ടു ആക്സസ് ആണ്. സ്വിച്ചുകളൊക്കെ സോഫ്റ്റ് ടച്ച് ആണ്. ഈ പാഡ് ഷിഫ്റ്ററും നല്ല പ്രീമിയം ഫീൽ തോന്നിക്കുന്നുണ്ട്. ക്ലാവിസ് EV ആയപ്പോൾ ക്ലസ്റ്ററിൽ വന്ന മെയിൻ മാറ്റം എന്താ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സിമ്പിൾ മാറി ബാറ്ററിയുടെ സിമ്പിളായി എന്നുള്ളതാണ്. ഇപ്പോൾ ബാറ്ററി കാണിക്കുന്നത്. അവിടെ തേർഡ് റോയിലേക്ക് ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം തേർഡ് റോ ഞാൻ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഇവിടെ AC കൺട്രോൾസ് ഉണ്ട്, ഒരു ഹൗസ് ഹോൾഡ് ചാർജിങ് പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ പോർട്ടുകൾ കാണാം. ഇതാണ് സ്മാർട്ട് എയർ പ്യൂരിഫയർ. ഇത് നിങ്ങൾക്കറിയാം, ആ ട്രേ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, എല്ലാ വണ്ടിയിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും കാണാം. AC വെൻ്റുകൾ മുകളിലാണ്. ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഒറ്റ പ്രസ്സിൽ മടങ്ങുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ, ഇതും ഒരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകതകളൊക്കെ ക്ലാവിസിലുള്ളതാണ്. അത് EVയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ തുടരാണ്. ഈ സീറ്റ് നമുക്ക് നീക്കാൻ പറ്റും. അത് ഇലക്ട്രിക് അല്ല, പക്ഷേ നമുക്ക് നീക്കാൻ പറ്റും. കാറ്റത്ത് മുടി പറക്കുന്നുണ്ടല്ലേ. ഈ വണ്ടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ സീറ്റിൻ്റെ റിക്ലൈനിങ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോൾ തേർഡ് റോയിലാണെങ്കിലും സെക്കൻഡ് റോയിലാണെങ്കിലും. 5 പേർക്ക് എപ്പോഴും പോകാനും 7 പേർക്ക് ഒക്കേഷണലി യാത്ര ചെയ്യാനും പറ്റിയ വണ്ടിയാണോ ക്ലാവിസ് എന്ന് ചോദിച്ചാൽ, ക്ലാവിസ് EV എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. വേണമെങ്കിൽ എപ്പോഴും നമുക്ക് 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു വണ്ടിയായിട്ട് തന്നെ ഇതിനെ കാണാം. കുട്ടികൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്യേണ്ട എന്ന് സാരം. ഇവിടെ ഈ വിൻഡോയ്ക്ക് ഒരു സൺഷെയ്ഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഹിഡൻ സ്പോട്ട് ആംറസ്റ്റിൻ്റെ അകത്തുള്ളതേ അത് പിന്നിൻ്റെ ഡോറിലുണ്ട്. ഈ കപ്പ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് തേർഡ് റോയിലും ഉണ്ട്.
പിന്നെ മൾട്ടിപ്പിൾ തട്ടുകളായിട്ടുള്ള ഈ സ്റ്റോറേജ് സ്പേസിൽ താഴെയായിട്ടാണ് വയർലെസ് ചാർജിങ് പാഡ് വെച്ചിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ 150 വാട്ട്സിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. സി പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. അപ്പോൾ കിയ ക്ലാവിസ് EVയുടെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് സമ്മറൈസ് ചെയ്യാനുള്ളത്. ഇനി വണ്ടി ഓടിക്കുക വേണ്ടത്. ഇങ്ങോട്ട് ഓടിച്ചു വന്നപ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. കിയ ക്ലാവിസ് EV ഓടിച്ചപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കാർ ടു ഡ്രൈവ്. സിമ്പിളായിട്ട് അങ്ങനെ പറയാൻ പറ്റാം. ഇത് K2 പ്ലാറ്റ്ഫോമിലുള്ള കിയ ക്ലാവിസിൻ്റെ ഒരു EV വേർഷനാണ് എന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ ഇവരിതിനെ പറയുന്നത് ലോക്കലൈസ്ഡ് EGMP, അതായത് ഇലക്ട്രിക് ഗ്ലോബൽ മോഡുലർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണെന്നുള്ളതാണ്. താഴത്തെ ബാറ്ററി പാക്ക് ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടി എന്നും പറയുന്നുണ്ട്. കൂടാതെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഗുണമുണ്ട്. ഓക്കെ, അതറിയാലോ. അപ്പോൾ മൊത്തത്തിലൊരു നല്ല ഇലക്ട്രിക് കാറാണ് ഈ ക്ലാവിസ് എന്നുള്ളതാണ്. ക്ലാവിസ് EV എന്നുള്ളതാണ്. 7 സീറ്റർ മാസ് മാർക്കറ്റ് 7 സീറ്ററാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ, കിയയുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് ഇലക്ട്രിക് കാറാണ്. ഈ കാറിൻ്റെ മെയിൻ ഹൈലൈറ്റ് പ്രൈസാണ് 20 ലക്ഷം രൂപ താഴെ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 20 ലക്ഷം രൂപ താഴെ 17.99 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയുടെ പവർ ആദ്യം പറയാം. 99 കിലോ വാട്ട് അഥവാ 120ഓളം HP ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. 255 ന്യൂട്ടൺ മീറ്ററാണ്. അത് ടോപ്പ് എൻഡ് മോഡലിനും ബേസ് മോഡലിനും സെയിം ആയതുകൊണ്ട് അവിടെ നമുക്ക് ഗുണമുണ്ട്. കാരണം ഇലക്ട്രിക്കിന് ടോർക്കാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടോപ്പ് എൻഡ് മോഡലിൻ്റെ പവർ എത്രയാണ്? 169 HP ആണ്. ഏറെക്കുറെ 170 എന്ന് വേണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. അത് അവർ പറയുന്നത് കിലോ വാട്ടിൽ തന്നെയാണ്. ഞാൻ കിലോ വാട്ടിലേക്ക് നിന്ന് ആ ഒരു HP കൺവേർട്ട് ചെയ്താൽ. ഇത് NMC ബാറ്ററി ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം വരിക. NMC ബാറ്ററിയുടെ മെയിൻ ഗുണം ഹയർ ഡെൻസിറ്റി ആണ്, ഹയർ എനർജി ഡെൻസിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഹയർ എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സംഗതി കുത്തിക്കയറ്റി വെക്കുക എന്നുള്ളതും ചാർജിങ്ങിൻ്റെ എളുപ്പമൊക്കെയാണ്. ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണിത്. ക്രെറ്റ പോലെ ഇതിന് 490 കിലോമീറ്ററാണ് അവർ പറയുന്ന റേഞ്ച്. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ട് വണ്ടി എൻ്റെ കയ്യിലുണ്ട്, ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും 338 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഞാൻ സ്പോർട്സ് മോഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡ് മാറുമ്പോൾ റേഞ്ചും മാറും. അത് ഈക്കോ ആക്കിയപ്പോൾ 359, നോർമലിൽ 349, സ്പോർട്ടിൽ 338. അപ്പോൾ ഇതിന് റേഞ്ച് 490. നമുക്കൊരു 400 കിലോമീറ്റർ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. 7 സീറ്റർ അല്ലേ. പിന്നെ ഇതിൻ്റെ പവറും ടോർക്കും റേഞ്ചും പറഞ്ഞ സ്ഥിതിക്ക് ബാറ്ററി പാക്കിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറയണ്ടേ. ഈ വണ്ടിക്ക് 51.2 കിലോ വാട്ട് അവർ ബാറ്ററിയാണ്. ഇതിൻ്റെ കുറഞ്ഞ മോഡൽ 1799 വിലയുള്ള എക്സ്ഷോറൂം പ്രൈസുള്ള വണ്ടിക്ക് 42 കിലോ വാട്ട് അവറാണ്. 42 കിലോ വാട്ട് അവർ റേഞ്ച് 404. എനിക്ക് തോന്നുന്നു അത് വർത്താണ്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു MG വിൻസർ ആയിട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ ടാറ്റ കർവായിട്ടാണെങ്കിൽ, അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ ഇത് വർത്താണ്. കാരണം ഈ വണ്ടിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് 7 സീറ്റിൽ യാത്ര ചെയ്യാനുള്ളതാണ്. അതവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ ടാക്സി മാർക്കറ്റിൽ നമ്മൾ കാരൻസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് കിയ കാരൻസിനും ക്ലാവിസിനും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. 3rd റോ അത്യാവശ്യം യാത്ര ചെയ്യാവുന്ന വണ്ടിയാണ്, ഇരുന്ന് യാത്ര ചെയ്യാവുന്ന വണ്ടിയാണ്, കുട്ടികൾക്ക് മാത്രമല്ല എന്നുള്ള വണ്ടിയാണ്. അപ്പോൾ അതൊരു EV വേർഷനായിട്ട് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു 7 സീറ്റർ EV നമുക്ക് മേടിക്കാൻ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ 7 സീറ്റർ മേടിക്കണം, നമ്മൾ BYDയുടെ E-Max 7 മേടിക്കണം. അതിൻ്റെ വില ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അതല്ലാണ്ട് നമുക്കൊരു മാസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് കൈയെത്തി പിടിക്കാവുന്ന, ഒന്ന് വലിഞ്ഞ് പിടിക്കണം, എന്നാലും പിടിച്ചെത്തിക്കാവുന്ന ഒരു നിലയ്ക്കുള്ള ഒരു വണ്ടിയില്ല. ഇത് ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു. അത് കിയ പ്രശംസ അറിയിക്കുന്നുണ്ട്. കൂടാതെ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള സ്വഭാവവും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്ന് കാല് കൊടുക്കാം. 0 to 100 ടൈമിംഗ് ഒന്നും ഞാൻ പറഞ്ഞില്ല, എന്നാലും വെറുതെ ഒന്ന് കാല് കൊടുക്കാം. നല്ല കോൺഫിഡൻസ് ആണ് വണ്ടി തരുന്നത് നമുക്ക് ഓടിക്കാനായിട്ട്. ഇപ്പോൾ കൂടിയ സ്പീഡിലാണ് ഓടിക്കുന്നതെങ്കിലും നമുക്കൊരു വണ്ടി ഓടിക്കാനുള്ളൊരു ഫീല് കൊള്ളാം. ഞാൻ ഒരുപാട് സ്പീഡിലേക്കൊന്നും ഓടിക്കുന്നില്ല, എന്നാലും എനിക്ക് ആവശ്യത്തിനധികം സ്പീഡിലേക്ക് ഓടിച്ചു കഴിഞ്ഞു. ടോപ്പ് സ്പീഡിലെത്തി. ഓക്കെ, ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലാണ്. കുഷിനി എന്ന് ഞാൻ പറഞ്ഞു, ആ ഒരു കുഷിനി എന്നുള്ള ഫീലാണ് ഞാൻ പറയാം. ഞാൻ ആരോടൊന്ന് രാവിലെ പറഞ്ഞു കുഷിനി, അപ്പോൾ കുഷിനി എന്നാണോ എന്ന് ചോദിച്ചു. കുഷിനിക്കാരൻ്റെ വണ്ടിയാണോ ആ ഒരു മൈൻഡിൽ ചോദിച്ചത്. ആരാ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കമൻറ്റ് ചെയ്യണേ. കാരണം സർക്കാസത്തിൻ്റെ ആശാനാണ് പുള്ളി. ഓക്കെ, അപ്പോൾ ഒരിത്തിരി കുഷിനായിട്ടുള്ള റൈഡാണ്. ഇതിന് 17 വീലാണ്. ഈ വീലിൻ്റെ റൈഡ് കൊള്ളാം, നല്ല റൈഡാണ്. ഹാൻഡ്ലിങ്ങും മികച്ചതാണ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീലും ഫീഡ്ബാക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അഡാസ് ലെവൽ 2 ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൈൻ ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അഡാസ് ലെവൽ 2 ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ കയറി വരുന്ന ഇടപെടലൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു പിടുത്തവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീലൊക്കെ കൊള്ളാം. എനിക്ക് ഡി കട്ട് സ്റ്റിയറിംഗ് പൊതുവെ ഇഷ്ടമല്ല, കാരണം എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് സർക്കിളാണ്. എന്നാലും ഈ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്കും കൊള്ളാമെന്നുള്ളതാണ്. പിന്നെ കൺസോൾ, സ്റ്റോറേജ് സ്പേസ്, ഇതിൻ്റെ പവർ പോയിന്റുകൾ, ചാർജിങ് സോക്കറ്റുകൾ എണ്ണി ഞാൻ മടുത്തു. മുന്നിൽ 3 എണ്ണം, താഴെ 1 ഇൻഡക്ഷൻ ചാർജിങ് 4, ഇവിടെ
3 ഹൗസ് ഹോൾഡ് ചാർജ്, പിന്നെ മൂന്നാമത്തെ റോഡിൽ 2 ഓക്കെ. ഒരുപാട് ചാർജിങ് സോക്കറ്റുകൾ, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പ്രാക്ടിക്കൽ എന്ന് പറയുന്ന വണ്ടി, പ്രാക്ടിക്കൽ കാ പാപ്പാണ് ഈ വണ്ടി. അതായത് സ്റ്റോറേജ് സ്പേസുകളുടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ, പിന്നെ ഈ പറഞ്ഞ ചാർജിങ് സോക്കറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ള വണ്ടിയാണ്. തികച്ചും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു 7 സീറ്റർ. 7 പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടുന്ന എല്ലാം ഈ വണ്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തി ലേശമില്ല എന്നുള്ളതാണ്. അതാണ് ഈ വണ്ടിയുടെ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു 7 സീറ്റർ SUV ആണ്. MPV എന്നൊക്കെ നിങ്ങൾ വിളിച്ചു, പക്ഷേ SUV എന്നാണ് കിയ വിളിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. ഫ്രണ്ട് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഹൈഡ്രോളിക് സ്റ്റാർട്ടറിലുണ്ട്. ലഗേജ് കൈ പിടിച്ചാലും നമുക്ക് ഫ്രണ്ട് തുറക്കാം എന്നുള്ള ഗുണവും ഒരു നല്ല ഗുണമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ റേഞ്ചുള്ള, ഓടിക്കാൻ രസമുള്ള, അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യാത്രയാവുന്ന, നല്ല റൈഡ് ആൻഡ് ഹാൻഡിലുള്ള വണ്ടിയുടെ NVH എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇതിന് NVH വെൽ സോർട്ടഡ് ആണ്. റോഡ് നോയ്സ് വരുന്നത് ടയറിൻ്റെ നോയ്സാണ്, അത് അകത്തേക്ക് വരുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഒരു നോയ്സ് നമുക്ക് അകത്തേക്ക് കേൾക്കില്ല. ഇപ്പം ഞാൻ ഈ മൈക്കിലെ വോളിയം അല്ലെങ്കിൽ ഗോപ്രോയിലെ സൗണ്ട് രണ്ടും കൂടെ വേണമെങ്കിൽ മാറി മാറി കേൾപ്പിക്കാൻ എന്താണ് ഇതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഒരു ആംബിയൻ നോയ്സ് വരുന്നുണ്ട് പറയാനായിട്ട്. എനിക്ക് ആംബിയൻ നോയ്സും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. മികച്ച ഒരു കാര്യമായിട്ട് അതും എനിക്ക് വണ്ടിയുടെ ഒരു പോയിൻ്റായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഫങ്കി ആയിട്ടൊരു വണ്ടിയൊന്നും അല്ല കിയ കാരൻസ് ക്ലാവിസ്. കണ്ടാൽ ഒരു അറ്റൻഷൻ തോന്നുന്ന അല്ലെങ്കിൽ ആകർഷണം തോന്നുന്ന ഒരു വണ്ടിയുമല്ല ക്ലാവിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് തികച്ചും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് EV ആയപ്പോൾ ഇലക്ട്രിക് വേണം എന്നാൽ 7 സീറ്റർ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് മേടിക്കാവുന്ന വണ്ടിയായിട്ട് ക്ലാവിസ് മാറി. ക്ലാവിസിൻ്റെ EV കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഞാൻ ഫീഡ്ബാക്ക് അധികം വീട്ടിൽ പറയാറില്ല. ഇത് ഒരു ബ്യൂട്ടിഫുൾ കാർ ടു ഡ്രൈവ് ആണ്. അതിൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് കണ്ടോളൂ, നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിക്കോളൂ. ക്രെറ്റ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് കിയ ക്ലാവിസ് EV എന്നുള്ളതാണ്, ക്രെറ്റ EV പോലെ. അപ്പോൾ ഈ വണ്ടിക്ക് കുറ്റം കുറവൊന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, റോഡ് നോയ്സ് ഒരു പ്രശ്നമാണ്. റോഡ് നോയ്സ് ഒരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി വണ്ടി എന്ന നിലയ്ക്ക് നല്ലതാണ്, ബ്യൂട്ടിഫുള്ളാണ്. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ നല്ല പറയാം, ബ്യൂട്ടിഫുൾ കാഴ്ചക്കല്ലേ പറയാം. നല്ല രസമുണ്ട്, അല്ലെങ്കിൽ നല്ല സുഖമുണ്ട് യാത്രയായിട്ട്, കുഷിനിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു വിപരീത ഫലം ഇതിന് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ കൂടിയ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഈ ബാറ്ററിക്ക് എന്നല്ല പറയുന്നത്. നമ്മൾ ഈ വണ്ടി കുറച്ച് സ്പീഡിൽ ഓടിക്കുകയാണ്, ഹൈ സ്പീഡിൽ ഓടിക്കുകയാണ്, ഹൈവേയിൽ കുറച്ച് റോഡിന് അണ്ടുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റോഡിൽ കുറച്ച് അൺഈവൻസ് ഉണ്ടെങ്കിൽ ഇത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് കുറച്ച് അധികം കാണിക്കുന്നുണ്ട്. അതായത് കുറച്ച് കൂടുതൽ സോഫ്റ്റായിട്ട് സസ്പെൻഷൻ എനിക്ക് തോന്നി എന്നുള്ളതാണ്. അത് ഹാൻഡ്ലിങ്ങിനെ ബാധിക്കേണ്ടത് വെച്ചാൽ ഇല്ല. 7 പേര് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സമാധാനപരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അത് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഹൈ സ്പീഡ് ഓടിക്കുമ്പോൾ അത് ഒരു ഇത്തിരി വണ്ടീനെ അൺസെറ്റിൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത്. അതൊരു ഇത്തിരി പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പ്രശ്നമായിട്ടുള്ള തോന്നി അങ്ങനെ ഓടിക്കുമ്പോഴേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇത്തിരി നഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് കൂടിയ സ്പീഡ് ഓടിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ ഹാരിയർ റിവ്യൂ ഓടിച്ച് വന്നിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് മനസ്സിലുണ്ട്. അത് ബെഞ്ച് മാർക്കായിട്ടൊന്നും വെച്ചിട്ടില്ല, എന്നാലും ആ ഒരു വണ്ടി ഓടിച്ച ഒരു ഫീല് നമുക്ക് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കാലൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ കുറച്ച് ഒരു റോഡിൽ ഒരു കയറിയപ്പോൾ ബാക്കിലെ വീലിങ്ങനെ ഒന്ന് ആ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഒന്ന് നല്ല ഫീൽ ചെയ്തു. ഇത് നല്ല റൈഡ് ക്വാളിറ്റിയാണ്, നല്ല ഹാൻഡ്ലിംഗ് ആണ്. ഒരു 100 വരെ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഇത്തിരി ആ ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് സസ്പെൻഷൻ ഒത്തിരി അൺസെറ്റിൽ ആവുന്ന ഒരു ഫീലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോൾ ഹമ്പിലൊക്കെ ചാടി കഴിയുമ്പോൾ അല്ലെങ്കിൽ പാറത്തിൻ്റെ മുകളിലൊക്കെ ചാടി കഴിയുമ്പോൾ നമ്മുടെ റിമ്പിൾ സ്ട്രിപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ ഒക്കെ വണ്ടിക്ക് ഒരു ആട്ടം നമുക്ക് തോന്നും. അത് ബോഡി റോളല്ല, ബോഡി റോൾ ഉണ്ട്. ബോഡി റോൾ പക്ഷേ സാധാരണ SUVക്ക് പോകാനുള്ള ബോഡി റോളാണ്. ഇത് പക്ഷേ ആ സോഫ്റ്റ് സസ്പെൻഷനാണ് എൻ്റെ കുറ്റക്കാരൻ, അല്ലെങ്കിൽ സോഫ്റ്റ് സസ്പെൻഷൻ കാരണമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ 100 കിലോമീറ്റർ അങ്ങോട്ട് 100 കിലോമീറ്റർ ഇങ്ങോട്ട് ഞാൻ ഓടിച്ച് വന്ന സ്ഥിതിക്ക് റേഞ്ചും ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്, റേഞ്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ് കിയ കാരൻസ് ക്ലാവിസ്. ഓക്കെ, സസ്പെൻഷൻ കാര്യം പറഞ്ഞല്ലോ. മക്ഫേഴ്സൺ സ്ട്രെറ്റാണ് ഫ്രണ്ടിൽ വിത്ത് കോയിൽ സ്പ്രിങ്, ബാക്കിൽ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിങ്. അപ്പോൾ അത്രേ ഉള്ളൂ, ഒരുപാട് പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.